കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 9 പേർ പിടിയിൽ. ബേക്കൽ AEO സൈനുദ്ദീൻ, പാലക്കാട് റെയിൽവേ ഡിവിഷൻ ജീവനക്കാരനായ ചിത്രരാജ് ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. ഗിൻഡർ ആപ്പ് വഴി ഏജന്റിനെ ഉപയോഗിച്ചാണ് പ്രതികൾ കുട്ടിയെ പീഡിപ്പിച്ചത്. പ്രതിപട്ടികയിലുള്ള യൂത്ത് ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്. അതേസമയം കേസിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VK സൈനുദ്ദീനെ സസ്പെൻഡ് ചെയ്തു. 2 വർഷം മുമ്പാണ് ഡേറ്റിംഗ് ആപ്പിൽ കുട്ടി അംഗമാകുന്നത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം അംഗമാകാവുന്ന ഡേറ്റിംഗ് ആപ്പിൽ തെറ്റായ വിവരങ്ങളാണ് കുട്ടി നൽകിയത്. വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നത് മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മകനിൽ നിന്ന് മാതാവ് വിവരങ്ങൾ തേടുകയും കൗൺസിലിംഗിന് വിധേയനാക്കുകയും ചെയ്തു. ഇതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന പീഡന വിവരം പുറത്തു വന്നത്. 18 പേർ 2 വർഷമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് 16-കാരൻ പോലീസിന് നൽകിയ മൊഴി. ഡേറ്റിംഗ് ആപ്പ് ഏജന്റായിരുന്നു കുട്ടിയെ പ്രതികൾക്കായി കൈമാറിയിരുന്നത്. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ 6 കേസുകളും കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലായി 8 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. ബേക്കൽ AEO സൈനുദ്ദീൻ, റെയിൽവേ ജീവനക്കാരൻ ചിത്രരാജ്, കാലിക്കടവ് സ്വദേശി സുകേഷ്, വടക്കേക്കോവൽ സ്വദേശി റഹീസ്, റംസാൻ, VPB കുഞ്ഞഹമ്മദ്, ചന്ദേര സ്വദേശി മുഹമ്മദ് അഫ്സൽ, ചീമേനി സ്വദേശി സുജിത്ത്, ബേക്കൽ സ്വദേശി നാരായൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിപട്ടികയിലുള്ള യൂത്ത് ലീഗ് നേതാവ് തൃക്കരിപ്പൂർ സ്വദേശി സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. ഇയാളെ രക്ഷപ്പെടുത്താൻ പോലീസ് സഹായിച്ചെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. മറ്റുള്ള പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.